കയ്യിലോ ഈ കയ്യിലോ അമ്മാന പൂച്ചെണ്ട് കണ്ണന് സമ്മാന പൂച്ചെണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഏതൊക്കെ കൈകളാണ് സമ്മാനങ്ങൾ വാങ്ങുന്നത്, ആരൊക്കെയാ എന്തൊക്കെയാ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഇപ്പൊ പൊതുജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. അതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ സ്വന്തം കൃഷി മന്ത്രിക്ക്. അല്ല, അദ്ദേഹം MP-മാർക്ക് LCD കൊടുത്തത് വിവാദമായതോടെയാണല്ലോ ബാക്കിയുള്ള സമ്മാന പൊതികളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞത്. ആ സമ്മാനങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് എക്സ്ക്ലൂസീവ്ലി ഓൺ ക്ലബ് FM. It happens only in India. രാജ്യസഭാ MP വിജയ് മാല്യ എല്ലാ കൊല്ലവും MP-മാർക്ക് ഒരു പൊതി കൊടുക്കാറുണ്ടത്രേ. ആ പൊതിയിലെ വിദേശത്തൂന്ന് ഇറക്കുമതി ചെയ്ത കുപ്പികൾ, മോഡലുകളുടെ വ്യത്യസ്ത പോസുകളിലുള്ള ഫോട്ടോസുകളുള്ള കലണ്ടർ, പിന്നെ കശുവണ്ടി പരിപ്പ്, കിഷ്മിഷ്, ബദാം മുതലായ ഉണക്കപ്പഴങ്ങളും. ഈ സമ്മാന പൊതി ആർത്തിയോടെ വാങ്ങുന്ന മന്ത്രിമാരിൽ നിന്നും നമ്മുടെ ആന്റണി സാറിനെ ഒഴിവാക്കിയേക്കണം കേട്ടോ. അദ്ദേഹം ആ പൊതി അതേപോലെ തിരിച്ചു കൊടുത്ത് നോ താങ്ക്സ് പറയാറേ ഉള്ളൂ അത്രേ. ബീഹാർ CM ലിച്ചിപ്പഴങ്ങളും ആന്ധ്രയിലെ മാമ്പഴവും കേന്ദ്ര കൃഷി വകുപ്പ് മുന്തിരിയൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിലെ MP-മാർ പക്ഷേ സമ്മാനം വാങ്ങുന്നതിലാണ് വിശ്വസിക്കുന്നത്. കൊടുക്കുന്നത് ഒരു കുപ്പുകൈ, ഒരു ചെറുപുഞ്ചിരി, പിന്നെ ഒരു നന്ദി, അത്രേ ഉള്ളൂ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. സമ്മാനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഇന്ത്യയിൽ ഒരു തെറ്റല്ല. പക്ഷേ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഗുരുതരമായ തെറ്റാണ്, അല്ലേ? അതെ എന്ന് പറയുന്നവരും അതിന് ശിക്ഷ വിധിക്കുന്നവരും തന്നെ ഇത് ചെയ്താൽ അപ്പൊ എവരെയൊക്കെ എന്തോ ചെയ്യണം. സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വെളിപ്പെടുത്തൽ ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ ഇന്ത്യ. ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സോടെ മുന്നിൽ നിൽക്കുന്നത് ജസ്റ്റിസ് RM ലോധയാണ് വിത്ത് 251 പവൻ ഗോൾഡും 15 കിലോ വെള്ളിയും. എവിടെയും ഏതിലും മലയാളി ടച്ച് ഉണ്ടാവുമല്ലോ. ഇവിടെ ഉണ്ട് 2 മലയാളി സുപ്രീം കോടതി ജഡ്ജിമാർ. അവർക്കും കിട്ടിയിട്ടുണ്ട് കനത്തിലുള്ള സ്ത്രീധനം. ഇതിനാണ് പണ്ടുള്ളവർ പറയാറ് കാർന്നോമാർക്ക്. It happens only in India, happening on Club FM. ടൺ കണക്കിന് ഫൺ. ഉങ്ങൾ കൂടെയുള്ളത് യുവർ ആജിദോസ് പൂജ, എന്റെ കൂടെയുള്ളത് നമ്മുടെ സൗണ്ട് മാസ്റ്റർ ലിബു ആൻഡ് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് മുരളി ആൻഡ് ദേവേഷ്. ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന തലക്കെട്ടിൽ നിന്ന് മാറ്റി ബലാത്സംഗങ്ങളുടെ തലസ്ഥാനം എന്നാക്കി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ഈ വർഷം ഇതുവരെ 393 പീഡന കേസുകളാണ് വന്നിട്ടുള്ളത്. അപ്പോഴും നിയമം ഒരു തവണ പീഡനം നടത്തിയ ആൾക്ക് ജീവപര്യന്തം, വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചാൽ മാത്രം വധശിക്ഷ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ സുരക്ഷ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇരിക്കുമ്പോഴാണ് മുകേഷ് അംബാനിക്ക് കഴിഞ്ഞ ആഴ്ച Z കാറ്റഗറി സുരക്ഷ കൊടുത്തത്. ഇന്ത്യയിലെ സ്ത്രീകൾ സ്വന്തം സുരക്ഷ സ്വയം ഏറ്റെടുക്കേണ്ട സ്ഥിതിയാ. അങ്ങനെയാണെങ്കിലേ നമുക്കും അപ്പോയിന്റ് ചെയ്താലോ ഒരു ബോഡി ഗാർഡിനെ. അല്ലേ വേണ്ട, ബോഡി ഗാർഡിൽ നിന്ന് നമ്മളെ ഗാർഡ് ചെയ്യാം. പിന്നെ അവസാനം ഗോഡേ എന്ന് വിളിക്കേണ്ടി വരും. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. It happens only in India. It happens only in India. Now it's time for a kutti small capsule replay. ഏപ്രിൽ 21 ക്രിസ് ഗെയിലിന്റെ ഇന്നിംഗ്സിന് ശേഷം IPL-ലെ ചിയർ ഗേൾസ് ഡബിൾ പേയ്മെന്റ് ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. നിയമസഭയിൽ ഒരു ചോദ്യം പോലും ചോദിക്കാത്തത് രമേശ് ചെന്നിത്തല സാറാണെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ കേരളത്തിലെ MP-മാർ പക്ഷേ സമ്മാനം വാങ്ങുന്നതിലാണ് വിശ്വസിക്കുന്നത്. കൊടുക്കുന്നത് ഒരു കുപ്പുകൈ, ഒരു ചെറുപുഞ്ചിരി, പിന്നെ ഒരു നന്ദി. സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വെളിപ്പെടുത്തൽ ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ സുരക്ഷ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇരിക്കുമ്പോഴാണ് മുകേഷ് അംബാനിക്ക് കഴിഞ്ഞ ആഴ്ച Z കാറ്റഗറി സുരക്ഷ കൊടുത്തത്. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ വിശേഷങ്ങൾ. അടുത്ത ആഴ്ചയിൽ നമുക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കും. വരേക്കും സ്വസ്ഥ രഹിയേ, വ്യസ്ത രഹിയേ ഓർ മസ്ത് രഹിയേ. ഒപ്പം കീപ് ലിസണിംഗ് ടു ക്ലബ് FM because ഇവിടെ മറ്റും ദായിருக்கு ടൺ കണക്കിന് ഫൺ. This is your ആജിദോസ് പൂജ signing off.